സാഹിത്യത്തിന്റെ സുൽത്താൻ ഓർമ്മയായിട്ട് ഇന്നേക്ക് 31 വർഷം. ബഷീർ സാഹിത്യ ലോകത്തിന് വലിയ നഷ്ടമാണെങ്കിലും അദ്ദേഹത്തിന്റെ രചനകൾ എക്കാലവും പ്രസക്തമാണ്. വിപ്ലവത്തിന്റെ അഗ്നിജ്വാലകൾ എങ്ങും ആളിപ്പടർന്നു ഉയരട്ടെ. ഇന്നത്തെ സമുദായ ഘടനയെല്ലാം കത്തിദഹിച്ച സുഖസമ്പൂർണവും സമത്വസുന്ദരവുമായ പുതിയ ലോകം സംജാതമാവട്ടെ. കാലത്തിലേക്ക് തുറന്നിട്ട മനസാക്ഷിയുടെ ജാലകപ്പഴുതിലേക്ക് സാഹിത്യരചനയുടെ സുഗന്ധം സമ്മാനിച്ച വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വാക്കുകളാണിവ. കാലത്തിന് മുന്നേ സഞ്ചരിച്ച ഇദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരുപക്ഷെ ഇന്ന് ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നായി മാറേണ്ടതായിരുന്നു. അത്തരത്തിൽ മൂർച്ചയുള്ള വാക്കുകളും കഥാപാത്രങ്ങളുമായിരുന്നു ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ രചനകൾ. അപ്പോൾ അദ്ദേഹം ഇവിടെ നിർത്തി നമുക്ക് തന്നുപോയ കഥാപാത്രങ്ങൾ നമുക്ക് തന്ന സ്വത്ത് ഒക്കെ ആണ് ആ കഥാപാത്രങ്ങളൊക്കെ. ലൈല മജ്നുവാണല്ലോ, മലയാളത്തിൻ്റെ ലൈല മജ്നുവാണ് ബാലികലസഖിയിലെ സുഹറ മജീദും. യാതൊരു സംശയവുമില്ല. അദ്ദേഹം എഴുതിയൊരു പുസ്തകത്തിൻ്റെ ആ പേര് ഇന്ന് ആർക്കെങ്കിലും ഇന്ത്യൻ പ്രസിഡന്റിന് പോലും അങ്ങനെ പുസ്തകം എഴുതാൻ പറ്റുമോ? ഭഗവത്ഗീതയും കുറേ മലകളും എന്നുള്ള പുസ്തകം അന്നത്തെ കാലത്ത് അത് ബഷീർ എഴുതിയതുകൊണ്ട് മാത്രമാണ് അത് സ്വീകാര്യമായത്. 31 വർഷം എന്ന് പറഞ്ഞത് വളരെ ചെറിയൊരു കാലയളവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം വെച്ചാൽ എനിക്ക് കൃത്യമായിട്ട് ഇപ്പോഴും ഓർമ്മയുണ്ട് 94 ജൂലൈ 5 പുലർച്ചെ 1:20 അദ്ദേഹത്തിനെയും കൊണ്ട് നാഷണൽ ഹോസ്പിറ്റലിലേക്ക് പോയതും അവസാന മണിക്കൂറുകളൊക്കെ. ഒരു ജീവിതത്തിന് ഇത്രയ്ക്ക് വൈവിധ്യമാകാമെന്ന് മനസ്സിലാകുന്നത് ബഷീറിന്റെ രചനകളിലൂടെ കടന്നു പോകുമ്പോഴാണ്. ഓരോ വ്യക്തികളിലും അത് പ്രകടവുമായിരുന്നു. വീട്ടിൽ ഒച്ച അറിയാലോ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാനെടുത്ത് കാലും തട്ടി കളഞ്ഞിട്ട് എൻ്റെ മോനോട് പറഞ്ഞു, മോനെ ആ ഒച്ചിനും ചവിട്ടിയേക്ക്, അതിൻ്റെ ആ ഷെല്ലുണ്ടല്ലോ, ഷെല്ല് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന് തിരിച്ചു വരാൻ പറ്റില്ല. അപ്പോൾ അവൻ പറഞ്ഞ കാര്യം ഞാൻ ചെയ്യില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ജനറ്റിക്കലി ഒന്നാം തലമുറ എനിക്കില്ലാത്ത കാര്യം മൂന്നാമത്തെ തലമുറയിൽ കയറി വരികയാണ്. അപ്പോൾ അതൊക്കെ കാണുമ്പോണ്ടല്ലോ നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രസക്തി ഭയങ്കരമായിട്ട് വരികയാണ്. ഭൂമിയുടെ അവകാശികളിൽ പറയുന്നതല്ലോ, തേളിലും പഴുതാരക്കും പാമ്പിനും ഒക്കത്തിനും ജീവിക്കാനുള്ള ഇടമാണ് ഭൂമി, അവർക്കൊക്കെ അവകാശമുള്ളതാണ്. ആ ഒച്ചിനും ജീവിക്കാനുള്ള അവകാശം എന്ന് അവൻ പറഞ്ഞപ്പോഴേ എനിക്ക് സന്തോഷം തോന്നി. സന്തോഷം ദുഃഖം ഒരുപോലെ തോന്നിപ്പോയി. കാരണം വെച്ചാൽ അത് എൻ്റെ ഉപ്പൊക്കെ കാണാൻ പറ്റിയില്ലല്ലോ ഇവരിങ്ങനെ പറഞ്ഞ മറുപടി. പാത്തുമ്മയുടെ ആട്, ബാല്യകാലസഖി, മതിലുകൾ, പ്രേമലേഖനം, അനർഘ നിമിഷം തുടങ്ങിയവ ബഷീറിന്റെ ശ്രദ്ധേയമായ നോവലുകളാണ്. കഥയും കഥാപാത്രങ്ങളുമായി പിറവിയെടുക്കാൻ മാംഗോസ്റ്റീൻ ഇന്നും തലയെടുപ്പോടെ വയലാലിൽ വീട്ടുമുറ്റത്തുണ്ട്. പച്ചയായ ജീവിതത്തിൽ ഓരോ മനുഷ്യരും അനാഥ ജീവിയാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നതാണ് സുൽത്താന്റെ ഈ ഓർമ്മദിനം. സജി തറയിലിനോടൊപ്പം അഭിന പിച്ചറയ്ക്കൽ, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.